വയനാട് സുഗന്ധഗിരി വനം കൊള്ളയിൽ കൂടുതൽ പേർക്കെതിരെ നടപടി. DFO ഷജ്ന കരീം ഉൾപ്പെടെ 3 പേരെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തു. മരമുറിക്കാർക്ക് ഒത്താശ ചെയ്തുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്നലെ റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, ഇന്നലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. മന്ത്രി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടായിരിക്കുകയാണോ? അതുതന്നെയാണ് അനുജ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സമീപകാലത്തുണ്ടായ ഉദ്യോഗസ്ഥ ഒത്താശയോടെ നടന്ന ഒരു ഏറ്റവും വലിയ വനംകൊള്ള എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാൻ സാധിക്കും. കാരണം 20 മരങ്ങൾ ജീവന് അപകടമാകുന്ന രീതിയിൽ വീടിന് തകരുമെന്ന പേരിൽ ഒരു പെർമിറ്റ് നൽകുന്നു, 20 മരം മുറിക്കാൻ. അതിൻ്റെ പേരിൽ 126 മരം മുറിച്ചു കടത്തുന്നു. ഇതിൽ നേരത്തെ തന്നെ വനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഫോറസ്റ്റ് വാച്ചർ മുതൽ DFO വരെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി ഉണ്ടാകുമെന്നായിരുന്നു അന്ന് വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ട് സർക്കാർ ഗൗരവത്തിലെടുത്തു. വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി അതിൽ സസ്പെൻഷൻ നടപടിക്കുള്ള നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അറിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ ഉത്തരവ് വന്നിരിക്കുന്നു. DFO A ഷജ്ന, അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ M സജീവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി, ഈ 3 പേർക്ക് ഉള്ള സസ്പെൻഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീത്തുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏതായാലും വനം കൊള്ളക്കാർക്ക് എതിരെ കൃത്യമായ നടപടി, മാത്രവുമല്ല വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ കൃത്യവിലോപം വീഴ്ച പറ്റിയവർക്കെതിരെയുള്ള ശക്തമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനുജ, സുഗന്ധഗിരി വനം മുറിക്കൽ കേസിലാണ് ഇപ്പോൾ കൂടുതൽ പേർക്കെതിരെ നടപടി. അതിൽ DFO ഉൾപ്പെടെയുള്ളവരുണ്ട്, സസ്പെൻഷനിലാണ്.